മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ബാലചന്ദ്രന്റെ മനസ്സിനെ മരവിപ്പിച്ചത് അലീനയും കൃഷ്ണമോളും തമ്മിലുള്ള അകൽച്ചയായി. വീടും നാടും വിട്ട് സമാധാനം തേടിയാണ് ബാലചന്ദ്രൻ മക്കളെയും കൂട്ടിയിട്ട് ആ റിസോർട്ടിലേക്ക് എത്തിയത്. എന്നാൽ ആ മുറിയിലെ അന്തരീക്ഷം ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു. ഒരു കാലത്ത് ചേച്ചി എന്നൊക്കെ ഇഷ്ടത്തോടെ വിളിച്ച് അലീനയുടെ പുറകെ നടന്നിരുന്ന കൃഷ്ണമോൾ ഇപ്പോൾ മുഖത്ത് പോലും നോക്കാതെ മുഖം തിരിഞ്ഞു നടക്കുന്നു. ആ മാറ്റം അലീനയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. നമുക്കൊന്ന് പുറത്തിറങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അവരെയും കൂട്ടിയിട്ട് പുറത്തെ തണുപ്പിലേക്ക് നടന്നു നീങ്ങുമ്പോഴും അവർക്കിടയിൽ മൗനം തടം കെട്ടി നിന്നു. അലീന ഇടയ്ക്കിടെ കൃഷ്ണമോളെ പ്രതീക്ഷയോടെ നോക്കും. എന്തെങ്കിലും ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ എന്ന് ആ കണ്ണുകൾ കെഞ്ചുന്നുണ്ടായിരുന്നു. എന്നാൽ കൃഷ്ണമോളുടെ മുഖത്ത് നിർവികാരത മാത്രം. അലീന എന്ന വ്യക്തിയാണ് തങ്ങളുടെ കുടുംബത്തിലെ സമാധാനം തകർത്തത് എന്ന ചിന്തയായിരുന്നു കൃഷ്ണമോളുടെ മനസ്സിൽ. അലീന ചേച്ചി തിരികെ പോയാൽ, അല്ലെങ്കിൽ അച്ഛൻ ചേച്ചിയെ ഒഴിവാക്കിയാൽ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ തീരുമെന്നും പഴയ സന്തോഷം അവർക്കൊക്കെ തിരികെ വരുമെന്നും ആ കൊച്ചു മനസ്സ് വിശ്വസിച്ചു. ബാലചന്ദ്രൻ അവരുടെ പിണക്കം മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. നിങ്ങൾ എങ്ങനെ മിണ്ടാതെ നടന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്? പണ്ട് നിങ്ങൾ രണ്ടുപേരും എത്ര കൂട്ടായിരുന്നു? ബാലചന്ദ്രന്റെ ചോദ്യങ്ങൾ കൃഷ്ണയുടെ മൗനത്തിൽ തട്ടിച്ചിതറി. അതേസമയം നാട്ടിൽ മനുവും അസ്വസ്ഥനായിരുന്നു. ബാലചന്ദ്രൻ അങ്കിളും അലീനയും ചേർന്നിട്ട് എങ്ങോട്ടേക്കാണ് പോയത് എന്നറിയാതെ അവനാകെ ഉഴലുകയായിരുന്നു. രാജീവനോട് അവൻ കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. അങ്കിൾ ചെയ്തതെന്തായാലും തെറ്റായി പോയി. ഇതിന്റെ ഫലം ഇനി അങ്കിൾ തന്നെ അനുഭവിക്കേണ്ടി വരും. മനു മുഖത്തു നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. വൈജയന്തിയാണെങ്കിൽ ഭർത്താവും മക്കളും എവിടെ പോയി എന്നറിയാതെ ഒരു സമാധാനവുമില്ല. അവർ രാജീവനെ വിളിച്ച് സങ്കടം പറഞ്ഞു. നീ പേടിക്കേണ്ട, മകൾ സ്വന്തം അച്ഛന്റെ കൂടെയല്ലേ, ബാലചന്ദ്രൻ അവരെ പൊന്നുപോലെ നോക്കിക്കോളും. രാജീവ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എറണാകുളത്ത് അലീനയുടെ അനിയത്തി രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് അവർ പോയിട്ടുണ്ടാകുമോ എന്ന സംശയം വൈജയന്തി പങ്കുവച്ചു. ആ സംശയം തീർക്കാനായി മനു രേവതിക്കുട്ടിയെ വിളിച്ചു. എന്നാൽ നേരിട്ട് ചോദിച്ചാൽ രേവതിക്കുട്ടിക്ക് ഭയമാവുമോ എന്ന് കരുതി അവൻ തന്ത്രപൂർവ്വം സംസാരിച്ചു. ആ രേവതിക്കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ ആരൊക്കെയുണ്ട്? ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് വരാനിരുന്നതാ എന്നൊക്കെ പറയും. അങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കുന്ന സമയത്തിന് അലീന അവിടെ എത്തിയിട്ടില്ല എന്ന് രേവതിക്കുട്ടിയുടെ മറുപടിയിൽ നിന്നും മനുവിന് മനസ്സിലായി. ബാലചന്ദ്രൻ അങ്കിൾ അലീനയെ കൊണ്ട് മറ്റെവിടേക്കാണ് പോയത് എന്ന കാര്യം മനുവിന് ഉറപ്പായിരുന്നു. അന്ന് രാത്രി ഏറെ വൈകിട്ടും ബാലചന്ദ്രന്റെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. മനുവിന്റെ ഉത്കണ്ഠ വർദ്ധിച്ചു തുടങ്ങി. രാത്രിയുടെ യാമങ്ങളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. റിസോർട്ടിലെ മുറിയിൽ അലീന ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ ബാലചന്ദ്രന് ഒട്ടും തന്നെ ഉറക്കം വന്നില്ല. അയാൾ പുറത്തെ മഞ്ഞിലേക്ക് തന്നെ ഇറങ്ങി നടന്നു. മനസ്സ് നിറയെ ചോദ്യങ്ങളും ഉത്തരമില്ലാത്ത സമസ്യകളുമായിരുന്നു. അച്ഛനെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ കൃഷ്ണമോള് കണ്ടത് മുറ്റത്ത് ഒറ്റക്ക് നിൽക്കുന്ന ബാലചന്ദ്രനെയാണ്. അവൾ അരികിലെത്തി. അച്ഛാ, അച്ഛൻ എന്താ ഉറങ്ങുന്നില്ലേ? അച്ഛൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ബാലചന്ദ്രൻ പറയുന്നത്, ഒന്നുമില്ല മോളെ, ഉറക്കം വരുന്നില്ല. സംസാരം വീണ്ടും അലീനയിലേക്ക് തന്നെ എത്തി. അച്ഛാ, അലീന ചേച്ചി എന്തിനാ നമ്മൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ചേച്ചി പോയാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. കൃഷ്ണമോളുടെ ആ ഒരു ചോദ്യം ബാലചന്ദ്രന്റെ ഉള്ളിൽ തറച്ചു. ഇല്ല മോളെ, അലീന പോയാൽ തീരുന്നതല്ല നമ്മുടെ പ്രശ്നങ്ങളൊന്നും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. എനിക്കൊന്നും അങ്ങ് മനസ്സിലാവുന്നില്ലല്ലോ അച്ഛാ. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ബാലചന്ദ്രൻ മകളുടെ കൈ പിടിച്ച് അവിടെ ഇരുന്നു. മോളെ, അച്ഛന്റെ ഉള്ളം നീരൻ. ഇവിടെയുള്ള ഈ തണുപ്പൊന്നും തന്നെ ഈ അച്ഛൻ അറിയുന്നില്ല. അച്ഛനൊരു കഥ പറഞ്ഞു തരാം, മോളത് ശ്രദ്ധിച്ചു കേൾക്കണം. പിന്നെ ബാലചന്ദ്രൻ പറഞ്ഞത് കേട്ടിട്ട് കൃഷ്ണമോള് പോലും തരിച്ചു. വർഷങ്ങൾക്ക് മുൻപ് താൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച വൈജയന്തിയുടെ ഭൂതകാലം ബാലചന്ദ്രൻ തുറന്നു പറഞ്ഞു. വൈജയന്തിയുടെ പഴയ പ്രണയവും ആഗ്രയിലെ ജീവിതവും അവിടെ വെച്ച് ജനിച്ച കുഞ്ഞിനെക്കുറിച്ചും അയാൾ അന്ന് പ്രസവിച്ച ഉടനെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞ്, അത് മറ്റാരുമായിരുന്നില്ല മോളെ, അത് അലീനയായിരുന്നു. അത് കേട്ടപ്പോൾ കൃഷ്ണമോളുടെ കണ്ണുകൾ വിടർന്നു. അച്ഛാ, അപ്പോ അലീന ചേച്ചി? അതേ മോളെ, അത് നിന്റെ സ്വന്തം ചേച്ചിയാണ്. നിന്റെ അമ്മയുടെ മൂത്ത മകള്. ഇതറിഞ്ഞപ്പോൾ മുതൽ അച്ഛൻ നീറുകയാണ്. ഈ സത്യം ഒരിക്കലും താങ്ങാൻ വയ്യാതെയാണ് അച്ഛൻ ഈ അസുഖം വന്നതെല്ലാം. ബാലചന്ദ്രൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അലീനെ ഉപേക്ഷിക്കാൻ തനിക്ക് കഴിയില്ലെന്നും അവൾ അനുഭവിക്കുന്ന അനാഥത്വം സ്വന്തം അമ്മ നൽകിയതാണെന്നും അയാൾ വെമ്പലോടെ തന്നെ കൃഷ്ണമോളോട് പറഞ്ഞു. ആ സത്യം കൃഷ്ണമോളെ പോലും പിടിച്ചുരിച്ച. ഇത്രയും നാൾ താൻ വെറുക്കാൻ ശ്രമിച്ചത് തന്റെ സ്വന്തം ചേച്ചിയാണല്ലോ എന്ന കുറ്റബോധം അവളെ വേട്ടയാടി. അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. മതി അച്ഛാ, മതി, അച്ഛൻ ഇനി കരയല്ലേ, എനിക്കിതൊരിക്കലും കേൾക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോള് ഭയങ്കര കരച്ചിലായിരിക്കും. കണ്ണീരോട് കൂടെ തന്നെ അവർ രണ്ടുപേരും മുറിയിലേക്ക് തിരികെ വന്നു. അവിടെ ശാന്തമായി ഉറങ്ങുന്ന അലീനെ കണ്ടപ്പോൾ കൃഷ്ണമോളുടെ ഉള്ളു വിട്ടു. അവൾ നേരെ അലീനയുടെ അരികിലേക്ക് ചെന്നു നിന്നു. ഇത്രയും കാലം താൻ കണ്ടത് ഒരു അപരിചിതയല്ല, സ്വന്തം ചോരയേക്ക്. കൃഷ്ണമോള് മെല്ലെ അലീനയുടെ അരികിൽ കിടങ്ങി
ഉറങ്ങിക്കിടക്കുന്ന അലീന ചേച്ചിയെ അവൾ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. അലീനയുടെ മുഖത്തു നോക്കി അവൾ മനസ്സുകൊണ്ട് മാപ്പ് ചോദിച്ചു. ക്ഷമിക്കണേ ചേച്ചി, ഞാൻ അറിഞ്ഞില്ല, ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അവളുടെ കണ്ണുനീർ അലീനയുടെ കവിളിൽ മൂവരും. ആ രാത്രിയിൽ അങ്ങനെ അവര് 3 പേരും ഒരേ കട്ടിലിൽ സത്യങ്ങളുടെ ഭാരവും സ്നേഹത്തിന്റെ ചൂടും പങ്കുവെച്ച് കിടന്നു. പിറ്റേ ദിവസം രാവിലെ ബാലചന്ദ്രൻ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തു. ആദ്യം വന്നത് മനുവിന്റെ കോളായിരുന്നു. അങ്കിളെ, അങ്കിളിത് എവിടെയാണ്? എനിക്കൊന്ന് കാണണം. മനുവിന്റെ ശബ്ദത്തിൽ ആകാംക്ഷ നിറഞ്ഞിരുന്നു. ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും മനുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ബാലചന്ദ്രൻ സ്ഥലം പറഞ്ഞു കൊടുത്തു. പക്ഷേ നീ ഒറ്റയ്ക്ക് വരണം എന്നതായിരുന്നു നിബന്ധന. രാവിലെ ഉണർന്ന അലീന കണ്ടത് തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കൃഷ്ണമോളെ. ആ കാഴ്ച കണ്ട് അലീനക്ക് അത്ഭുതവും സന്തോഷവും തോന്നി. തന്നെ പിണക്കമെല്ലാം മറന്ന് തന്റെ അനിയത്തിക്കുട്ടി തിരികെ വന്നിരിക്കുന്നു. അവൾ വാത്സല്യത്തോടെ കൃഷ്ണമോളെ കണ്ണ് തുറന്ന ഉടനെ തന്നെ കൃഷ്ണമോള് വീണ്ടും ചേച്ചി എന്ന് വിളിച്ച് അലീനയെ വീണ്ടും കെട്ടിപ്പിടിച്ചു. ആ വിളിയിൽ മുൻപെങ്ങുമില്ലാത്ത സ്നേഹം നിറഞ്ഞിരങ്ങളിൽ. എന്നാൽ താൻ അറിഞ്ഞ സത്യങ്ങളൊന്നും തന്നെ അവൾ അലീനയോട് തുറന്നു പറഞ്ഞില്ല. അത് അച്ഛൻ പറഞ്ഞതുപോലെ ഒരു രഹസ്യമായി തന്നെ അവളും സൂക്ഷിച്ചു. കുറച്ചു സമയത്തിന് ശേഷം മനു റിസോർട്ടിലെത്തി. ബാലചന്ദ്രൻ പറഞ്ഞതനുസരിച്ച് കൃഷ്ണമോൾക്കുള്ള വസ്ത്രങ്ങളും വാങ്ങിയിട്ടാണ് അവൻ വന്നത്. മുറിയിലേക്ക് കയറി വന്ന മനുവിനെ കണ്ടപ്പോൾ കൃഷ്ണമോള് ഓടിച്ചെന്നു. അലീന നാണത്തോടെയും സങ്കടത്തോടെയും മാറി നിന്നു. മനു ചോദിക്കുന്നത് ഒന്നും പറയാതെ ഇറങ്ങി പോന്നുവല്ലേ? അലീനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. ബാലചന്ദ്രനും മനുവും പുറത്തുനിന്ന് സംസാരിച്ചു. അങ്കിളെ, ഇനി എന്താ പ്ലാന്? മനു ചോദിച്ചു. അലീനയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കണം. പക്ഷേ പഴയതുപോലെ അവൾ അപമാനിക്കപ്പെടാൻ പാടില്ല. അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം, ബാലചന്ദ്രൻ പറഞ്ഞു. കൃഷ്ണമോളെ മനുവിന്റെ കൂടെ പറഞ്ഞു വിടുവാൻ ആലോചിച്ചുവെങ്കിലും അലീനയും അച്ഛനെയും തനിച്ചാക്കി പോവാനൊന്നും കൃഷ്ണമോള് തയ്യാറായില്ല. അമ്മ വേറെന്തെങ്കിലും കഥയുണ്ടാക്കും. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് അച്ഛാ നല്ലത്, അവൾ തീർത്തും പറഞ്ഞു. അലീന വൈജയന്തിയുടെ മകളാണെന്ന സത്യം കൃഷ്ണമോൾക്കും ബാലചന്ദ്രനും മാത്രമേ അറിയാവുള്ളൂ. മനുവും വൈജയന്തിയും അറിയാനിരിക്കുന്നതേയുള്ളൂ. സത്യമെല്ലാം മനസ്സിലായതോടുകൂടെ തന്നെ പിന്നെ കൃഷ്ണമോള് ബാലചന്ദ്രന്റെ കൂടെയും അതുപോലെ അലീനയുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. ഓരോ അവസരത്തിലും അലീനയൊന്ന് കുത്തി നോവിക്കാൻ പോലും പിന്നെ കൃഷ്ണമോള് സമ്മതിക്കുന്നില്ല. എല്ലാവരെയും എതിർത്തുകൂടെ തന്നെ കൃഷ്ണമോള് അലീനയുടെ ഭാഗം ചേർന്ന് നിൽക്കുന്ന ഒരു അടിപൊളി സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോ അലീന തന്റെ സ്വന്തം ചേച്ചിയാണ്, വൈജയന്തിയുടെ മകളാണെന്നുള്ള സത്യം ബാലചന്ദ്രനും അതുപോലെ തന്നെ കൃഷ്ണമോൾക്കും മാത്രമേ അറിയാവുള്ളൂ. ഉടനെ തന്നെ മനുവും വൈജയന്തിയും അധികം വൈകാതെ തന്നെ ഈ ഒരു സത്യം തിരിച്ചറിയും. കഥയിലെ നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘർഷഭരിതമായ നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.